അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കണമെന്ന് മാത്രമല്ല, ഇവിടെയും ഞാൻ ദൈവത്തോടു കൂടെ ഇരിക്കണം. ഇവിടെയും ഉയരത്തിലും യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ദൈവം എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയല്ല, എന്നെക്കുറിച്ച് ദൈവത്തിന് ഉള്ള സ്വപ്നം അത് ഞാൻ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇതൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവൻ്റെ വിളിയാലുള്ള ആശ, അവൻ്റെ വിളിയാലുള്ള ആശ ഞാൻ അറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ഞാൻ അറിയണം. അത് നമ്മൾ എല്ലാവരും അറിയണം. അതറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവമേ എനിക്കറിയാം നീ എന്നെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുകയാണ്. എനിക്കറിയാം ഒരു ദിവസം നീ വരും. എനിക്കറിയാം നിൻ്റെ കൂടെ ഞാനായിരിക്കും. ഇവിടെയും എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നതായ ഒരു അവസ്ഥ അതറിയണമെങ്കിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എങ്ങനെയാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? അതായത് എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. നമ്മുടെ ഈ ബൾബ് കത്തുന്നത് എങ്ങനെയാണ്? ന്യൂട്രലും ഫേസും രണ്ടും കൂടെ ഒന്ന് കൂട്ടിമുട്ടുമ്പോഴാണ് ബൾബ് പെട്ടെന്ന് പ്രകാശിക്കുകയാണ്. ഒരു ഫ്യൂഷനാണ് അല്ലേ? ഏത് ബൾബും കത്തുന്നത് അങ്ങനെയാണ്. ന്യൂട്രലും ഫേസും ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, ഒന്നിച്ചായിരിക്കുമ്പോൾ, ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. വേറെ ഒരു മാർഗവുമില്ല. എൻ്റെ ഹൃദയദൃഷ്ടി, അതായത് എൻ്റെ മനസ്സൊക്കെ, എൻ്റെ സോൾ, എൻ്റെ ദേഹിയിലെ കാര്യങ്ങളൊക്കെ അല്ലാതെ നടക്കുമായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്ന ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ പ്രകാശം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടണം. പ്രിയമുള്ളവരെ, ഒന്ന് കൂട്ടിമുട്ടി നിൽക്കുകയല്ല, എപ്പോഴും എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ഫ്യൂഷനിൽ ഞാൻ ജീവിക്കണം. ഒരു സംസർഗം, ആ സംസർഗം നടക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കമ്മ്യൂണിയൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, സംസർഗം ഉണ്ടെങ്കിൽ സംസാരം ഉണ്ടാകും. പക്ഷെ സംസർഗം ഉണ്ടാകണമെങ്കിൽ ആ ദൈവാത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകണം. ഒന്ന് കൂട്ടിമുട്ടിയേച്ച് പോവുകയല്ല, എപ്പോഴും അല്ലേ, ഫേസും ന്യൂട്രലും ഒരുമിച്ച് കൂട്ടിമുട്ടി പെട്ടെന്ന് വിടർത്തിയിട്ട് കാര്യമില്ല. അത് കൂട്ടിമുട്ടി തന്നെ ഇരിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു സംസർഗമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. തന്നെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണമെന്ന കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. എനിക്കും ഒരാത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. They need to worship him in truth and in spirit. ആത്മാവിൽ സംസാരിക്കണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മസംസർഗമുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ അറിയുന്നത്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇത് വിശദമാക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്നേ. ആ ആത്മാവ് എൻ്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എപ്പോഴും എന്നോട് പറയുകയാണ്, യു ആർ മൈ സൺ. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ പ്രിയമുള്ളവരെ? എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ആ ഒരവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് വരണം, ഒന്ന് അനുഭവിക്കണം. ദൈവാത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതായ ഒരവസ്ഥ, അത് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ഫ്യൂഷനിലാണ്, അല്ലെങ്കിൽ തമ്മിൽ യോജിക്കുമ്പോഴാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. അങ്ങനെ ആത്മാവ് പ്രകാശിക്കണം. അങ്ങനെ ആ ആത്മതലത്തിൽ ജീവിക്കുമ്പോൾ
നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകും. നമ്മൾ ബുദ്ധിയിലല്ല, അതിനപ്പുറത്ത് സ്പിരിറ്റിൽ നമ്മളത് വായിക്കും, ആത്മാവിൽ നമ്മളത് അറിയും. എന്ന് വെച്ചാൽ നമ്മുടെ ബോധം പോകുമെന്നൊന്നുമല്ല. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തടിച്ച് താഴെ വീഴുമെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. കർത്താവിൻ്റെ സന്നിധി ചുമ്മാ നമ്മൾ ചിലപ്പോൾ അറിയാമല്ലോ, കുറച്ച് പാർട്ടികളുണ്ടല്ലോ അങ്ങനെയൊക്കെ. കർത്താവ് സ്പർശിക്കുമ്പോൾ എടുത്തടിച്ച് താഴെ വീഴുക, നിൽക്കാൻ പറ്റത്തില്ല, താഴെ വീഴും. അങ്ങനെ താഴെ വീഴുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ താഴെ വീഴുന്നതല്ല വിഷയം. താഴെ വീഴാൻ എളുപ്പമാണ്, നേരെ നിൽക്കാനാണ് പ്രയാസം. പക്ഷേ പ്രത്യേകത എന്താണ്? എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് പറയും, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ തിരിച്ചറിയുകയാണ്. വചനത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയാണ്. എന്താണ് കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ അറിയുന്ന ഇഷ്ടം? ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ആശയുണ്ട്. അതാണല്ലോ നമ്മൾ വായിച്ചതായ വേദഭാഗം. എഫേസ്യർ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 17 മുതൽ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, നിങ്ങളെ ഓർത്തും കൊണ്ട് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ഉള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞാലേ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞ് അത് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ആ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുണ്ടാകുന്ന ആ സ്പാർക്കിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ പിന്നെ ആ ആശ ഞാൻ അറിയുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥന തന്നെ അതാണ്, എഫേസ്യയിലെ വിശ്വാസികളെ കുറിച്ചുള്ള പ്രാർത്ഥന. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. വേദപുസ്തകത്തിലുടനീളം നമ്മളിത് അറിയുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ആത്യന്തികമായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ യേശുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ അതിനു വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. കാരണം വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് എന്നെ വിളിച്ചോണ്ട് പോകുകയല്ല, അന്ന് തന്നെ വിളിച്ചോണ്ട് പോകുകയല്ല. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവനോട് ചേർന്ന് ഞാൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവനാണ് സ്വർഗത്തിലും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ഈ ലോകത്തിലെ ഇവിടുത്തെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗാഡ്? അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്പെസിഫിക് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കാര്യം എന്നറിയാമോ? ആത്യന്തികമായി സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോകണമെങ്കിൽ ശുദ്ധിയുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കണം, വിശുദ്ധ ജീവിതം ഞാൻ ജീവിക്കണം. അതാണ് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. എന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ളതാ. പക്ഷെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. വിശുദ്ധീകരണമാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന ഹിതം എന്ന് പറയുന്നത്. 7-ാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അപ്പോൾ ദൈവേഷ്ടം എന്താണ്? ഒരു വിശുദ്ധ ജീവിതം. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിശുദ്ധ ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ഇതിൻ്റെ മോഹമനുസരിച്ച് ജീവിച്ചാൽ, അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എന്നറിയാമോ? നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ദൈവേഷ്ടം ലോകത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിപരീത ദിശയിലാണ്. ലോകത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീത ദിശയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ഈ നമുക്ക് ലോകവുമായിട്ടൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഒരു വലിയ കോൺട്രാസ്റ്റ് ഇവിടെ ഉണ്ട്. ലൗകികനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ആ ദൈവേഷ്ടം നമ്മൾ അറിയണം, ആ ദൈവേഷ്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, കർത്താവ് നമ്മളിൽ നിന്ന് നമ്മളെ വിളിച്ചപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. അവൻ്റെ വിളിയാലുള്ള ആശ എന്താണ്? ആത്യന്തികമായി അവൻ്റെ വിളിയാലുള്ള ആശ നമ്മളെ ഭൂമിയിൽ ഒരു കാറും വീടും ഒക്കെ തന്ന് കുറേ കാശും തന്ന് ഇവിടെ ആക്കാനല്ല. അവൻ്റെ വിളിയാലുള്ള ആശ എന്ന് പറയുന്നത് ആത്യന്തികമായി അവൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളെ അവനോടൊന്നിച്ച് സ്വർഗത്തിൽ ഇരുത്തുവാൻ വേണ്ടിയാണ്. നിത്യതയിൽ ഞാൻ യേശുവിനോട് കൂടെ ആയിരിക്കണം. അവൻ എനിക്ക് ഭവനം ഒരുക്കാൻ പോയിരിക്കുക. ആ ഭവനത്തിന് വേണ്ടിയുള്ള ഒരുക്കം എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരുക്കം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ ദൈവോദ്ദേശ്യം. യേശുവിനോടൊപ്പം നമ്മൾ നിത്യത ചെലവഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ യേശുവിനോട് ചേർന്ന് ജീവിക്കണം. ഇവിടെ യേശുവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ അശുദ്ധിയിൽ ജീവിച്ചാൽ കഴിയുകയില്ല. ലോകമോഹങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ അത് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗപിതാവേ, നിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങളുടെ ആശയല്ല പ്രധാനം, ഞങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലുമില്ല. പക്ഷെ നീ ഞങ്ങളെ വിളിച്ചപ്പോൾ നിനക്കൊരാശയമുണ്ട്. നിൻ്റെ കൂടെ ഞങ്ങളെ ഇരുത്തണം. കർത്താവേ, സ്വർഗത്തിൽ ഞങ്ങൾ നിന്നോട് കൂടെ ആയിരിക്കും യുഗായുഗങ്ങൾ. എന്നാൽ ഇവിടെയും ആ യേശുവിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രമേ നിത്യതയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളല്ലോ. ഇവിടെ ഞങ്ങൾ ലോകത്തിൻ്റെ മോഹത്താൽ നശിച്ചു പോകുന്നവരായിട്ടല്ല, ദൈവേഷ്ടം ചെയ്യുന്നവരായി ഇവിടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഒരു ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.